നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള വ്യാജ പ്രചാരണത്തിനെതിരെ പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഹുൽ ഈശ്വർ അടക്കമുള്ളവരും പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ജനമുഖത്തടിച്ച് ആട്ടുമെന്ന് ഉറപ്പായപ്പോൾ പലവിധ ഉഡായിപ്പുകളുമായിട്ടാണ് ഈ അന്തം കമ്മികൾ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിമർശനം. അതിലേറ്റവും ഹീനമായ ഒന്നാണ് മതേതര കേരളത്തിൻ്റെ നായകൻ പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള വ്യാജ പ്രചാരണം. കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ട് പഠിക്കാത്തവർ വീണ്ടും വ്യാജ നമ്പറുകളുമായി വരുമ്പോൾ കേരളം മുഖമടച്ചു മറുപടി തരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പഴയ പല നേതാക്കളും മരിച്ചിട്ടും മരിക്കാതെ നിലനിൽക്കുന്നത് സഖാവ് കുമാരപിള്ളയും ആ തന്ത്രങ്ങളുമാണ്. 10 വർഷം നാട് ഭരിച്ചിട്ടും ഈ വ്യാജ സ്ത്രീ വിഷയങ്ങളല്ലാതെ വേറെ ഒന്നുമില്ലേ പറയാൻ? ഈ വൃത്തികേടിന് കൂടി ചേർത്ത് വിജയൻ സേനയ്ക്ക് ഈ നാട് മറുപടി പറയും. മതേതര കേരളത്തിൻ്റെ നായകനൊപ്പം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം നോക്കാം. നമ്മുടെ നാടിൻ്റെ പൊതു നന്മയും സാഹോദര്യത്തിൻ്റെ അടയാളവുമാണ് പാണക്കാട് തങ്ങൾ കുടുംബവും അവർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളും. രാഷ്ട്രീയത്തിനപ്പുറം കേരളം ആ കുടുംബത്തെ സ്നേഹാദരങ്ങളോടെ കാണുന്നത് അതുകൊണ്ടാണ്. പാണക്കാട് ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉള്ള വ്യാജ പ്രചാരങ്ങൾ അങ്ങേറ്റം വിഷമിപ്പിക്കുന്നതാണ്. ഇങ്ങനെയല്ല ഇലക്ഷൻ നേരിടേണ്ടത്. തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എന്ത് നെറികേടും ചെയ്യാമെന്ന ധാരണ നമ്മുടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പാടില്ല. ചില ഇടത് ഹാൻഡിലുകൾ, ചില തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളാണ് ഈ വ്യാജ വാർത്ത, വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത്. ചില തീവ്ര വലതു മാധ്യമങ്ങൾ വ്യാജ വാർത്ത പിൻവലിച്ചത് നന്നായി. വ്യാജ വാർത്തകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി നിലപാടെടുത്തത് വളരെ ആശ്വാസം നൽകുന്നുവെന്നും നമ്മുടെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദവും ബാലൻസും നിലനിർത്താൻ സ്വന്തം താല്പര്യങ്ങൾ നിസ്വാർത്ഥമായി ബലികഴിച്ച മഹത്തരമായ പാരമ്പര്യമാണ് ആ കുടുംബത്തിനുള്ളതെന്നും രാഷ്ട്രീയത്തിന് അതീതമാണ് രാജ്യത്തിൻ്റെ നന്മ, സാഹോദര്യമെന്നും രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിലൂടെ വ്യാജ ലൈംഗിക ആരോപണം ഉന്നയിച്ച സംഭവത്തിൽ വൻ ഗൂഢാലോചന എന്നാണ് അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ വേണ്ടി മാത്രം നിർമ്മിച്ച വ്യാജ ഐഡിയിൽ നിന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. VPN സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തായ്വാനിൽ നിന്ന് ലോഗിൻ ചെയ്താണ് അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചതെന്ന് പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ IP അഡ്രസ്സാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. VPN ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിലും തായ്വാനിൽ നിന്ന് പോലെ പോസ്റ്റ് ഇടാൻ സാധിക്കുമെന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. ആരോപണം പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ID കാണാനില്ല, അത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതിന് പിന്നിലും വലിയ ഗൂഢതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവാദ പോസ്റ്റ് പിൻവലിച്ചതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് അക്കൗണ്ടും ഡിലീറ്റ് ചെയ്ത് മുങ്ങിയത്. പോലീസിൽ പരാതി നൽകിയതോടെ, അതായത് ഈ ഒരു വ്യാജ പോസ്റ്റ് വന്നതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ മുസ്ലിം ലീഗ് ഇതോടെ കുടുങ്ങും എന്ന് മനസ്സിലായതോടെയാണ് അക്കൗണ്ട് അടിയന്തരമായി നീക്കം ചെയ്തത് എന്നാണ് നിലവിലെ നിഗമനം. സംഭവത്തിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പോലീസിൽ പരാതി നൽകി. ഏത് രാജ്യത്തിൽ നിന്നാണ് പോസ്റ്റ് ഇട്ടതെന്ന് കണ്ടെത്താനാണ് ശ്രമം. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കമാണിതെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചിരിക്കുന്നത്. ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ വില കൊടുത്ത് നിയമപരമായി നേരിടുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വ്യക്തിപരമായ തേജോവധം ലക്ഷ്യമിട്ടുള്ള ഇത്തരമൊരു ഗൂഢാലോചനയിൽ ആരും വഞ്ചിതരാകരുത്. അടിയന്തരമായി പ്രതികളെ കണ്ടെത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. സൈബർ വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള IP അഡ്രസ്സുകൾ ഉപയോഗിച്ച് ഐഡികൾ നിർമ്മിക്കുന്നതെന്നാണ് സൈബർ വിദഗ്ധരടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. തായ്വാൻ ലൊക്കേഷൻ കാണിച്ചെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് ലീഗ് നേതൃത്വം അറിയിച്ചത്. ചില ഇടത് ഹാൻഡിലുകളും തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളുമാണ് ഈ വ്യാജ വാർത്തയ്ക്കും പ്രചാരണങ്ങൾക്കും പിന്നിലെന്ന ഒരു ആരോപണം നിലവിൽ ശക്തമാവുകയാണ്. ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ എന്തായാലും വലിയ രീതിയിൽ വിവാദമായ സംഭവം. ഇതോടെ ചില മാധ്യമങ്ങളൊക്കെ വാർത്ത പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അജ്ഞാതൻ ഫേസ്ബുക്കിലൂടെ വ്യാജ ആരോപണം ഉന്നയിച്ചത്. ഇതിനെതിരെ ലീഗ് നേതൃത്വം പെട്ടെന്ന് തന്നെ പോലീസിൽ പരാതി നൽകുകയും പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിക്കപ്പെട്ടതും അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് ഇത് പോസ്റ്റ് ചെയ്ത വ്യക്തി മുങ്ങിയത്. എന്തായാലും ആക്രമണത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആരാണ് ഈ സൈബർ ആക്രമണം നടത്തിയത്, എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.
മാത്രമല്ല ഇത്തരത്തിൽ വ്യാജ ആരോപണത്തിന്റെ പാർട്ടി നിയമ നടപടി സ്വീകരിക്കും. ശിഹാബ് തങ്ങൾക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചൊരു വ്യാജ ഐഡിയിൽ നിന്ന് ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിനെതിരെ പാർട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇത് സംബന്ധമായി വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ്. തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള നീക്കമാണ്. ഇതിനെ ഏത് രീതിയിലും നേരിടുമെന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ഫേസ്ബുക്കിലൂടെ ആരോപണം ഉയർന്നത്. പരാതിയുമായി സമീപിച്ച തൻ്റെ ഫോണിലേക്ക് തങ്ങൾ അശ്ലീല ചിത്രങ്ങളും മോശമായ സന്ദേശങ്ങളും അയച്ചുവെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാന ആരോപണം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു വ്യാജ ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും രംഗത്ത് വന്നിരുന്നു. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വന്ന പോസ്റ്റിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് മുസ്ലിം ലീഗിന് അറിയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ മുസ്ലിം ലീഗിനെയും UDF-നെയും രാഷ്ട്രീയമായി നേരിടലാണ് മാന്യത. വ്യാജ FB അക്കൗണ്ടിൽ നിന്ന് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വന്ന പോസ്റ്റിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് മുസ്ലിം ലീഗിന് അറിയാം. ഇതിനു പുറകിലുള്ള ദുഷ്ടശക്തികളെ ഉടൻ പിടികൂടാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യാജ പ്രചാരണത്തിലും തളരില്ല. എല്ലാ ഗൂഢാലോചനകളെയും മറികടക്കുവാൻ തങ്ങൾ സജ്ജമാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അജ്ഞാത ലൈംഗിക ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു വ്യാജ ആരോപണം ഒരു വ്യക്തിക്കെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതും ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിനെതിരെ വ്യാജ ആരോപണം ഉയരുന്നു. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. മാത്രമല്ല പോസ്റ്റ് ഇട്ടയാൾ അത് പോസ്റ്റ് മുക്കി ഓടിക്കളഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും MK മുനീർ സ്വയം മാറി നിന്നതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. MK മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെന്നും പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. കാര്യങ്ങൾ നല്ല നിലയിൽ പോകട്ടെ, താൻ മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് മുനീർ പറഞ്ഞതെന്നും അദ്ദേഹം വളരെ തൃപ്തനാണെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. ആരും തന്നെ അവകാശവാദം ഉന്നയിച്ച് വന്നിട്ടില്ലെന്നും പാർട്ടി തീരുമാനിക്കുന്നത് അനുസരിക്കാൻ തയ്യാറാണെന്നാണ് എല്ലാവരും പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുമായി സമയമെടുത്ത് തന്നെ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. മണ്ഡലം തലങ്ങളിലും ജില്ലാ തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും വരെ നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തി. അവരുടെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചു. ചെറുപ്പക്കാരാണ് കൂടുതൽ വോട്ടർമാരായുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പാർട്ടിക്ക് നേരത്തെ തന്നെ തീരുമാനമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.